ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇനി ഞാൻ വന്നിരിക്കുന്നത് അതിപുരാതനമായ ചൗമഹല്ല പാലസിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഹൈദരാബാദിലെ പ്രസിദ്ധമായ ഒരു കൊട്ടാരമാണിത്. നിസാം രാജകുമാരന്റെ ഭരണകാലത്ത് നിർമ്മിച്ച കൊട്ടാരമാണിത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ഒരുപാട് കൊട്ടാര സമുച്ചയങ്ങൾ തന്നെ ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. എല്ലാം വളരെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ചരിത്രപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൗമഹല്ല പാലസിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങി വന്നാലോ. ചൗമഹല്ല പാലസിലേക്കുള്ള എൻട്രിയാണിത്. 100 രൂപയാണ് അകത്ത് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്കാണെങ്കിൽ 40 രൂപ, വിദേശികൾക്ക് 400, മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു മൊബൈൽ മാത്രമാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള മൊബൈലെല്ലാം ഇവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്ത് കടന്ന് എന്തെല്ലാം കാണാനുണ്ട് എന്ന് നോക്കിയിട്ട് വരാം. നിസാമിൻ്റെ ഭരണകാലത്ത് സ്ഥാപിച്ച ഒരു കൊട്ടാരമാണ് ഇത്. അകത്ത് പ്രവേശിച്ചാൽ നീണ്ടു കിടക്കുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. അതിനകത്ത് പ്രവേശിച്ചാൽ ഇതുപോലെ ഒരുപാട് കവാടങ്ങളും മനോഹരമായി പണി കഴിപ്പിച്ച കൊത്തുപണികളോട് കൂടിയ അകത്തളങ്ങളും എല്ലാം നിറഞ്ഞ ഒരു റൂമിലേക്ക്, ഒരു നീണ്ട ഇടനാഴിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ കവാടങ്ങളിലൂടെ നടന്ന് ഞാൻ പുറത്ത് കടന്നാൽ ഈ കൊട്ടാരത്തിൻ്റെ ദൃശ്യം എത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്കിവിടെ ഞാൻ കാണിക്കുന്നതാണ്. അങ്ങനെ ഞാനിതവിടെ പുറത്തെത്തിയിട്ട് ഞാൻ ഈ കൊട്ടാരം വീക്ഷിച്ചു. ഇതാണ് ആ കൊട്ടാരം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. മനോഹരമാണ് ഇട്ടത്. 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണെങ്കിലും ഇന്നും പുതുമയോടുകൂടി തന്നെ അതിവിടെ നിലകൊള്ളുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കോളേജ് കുട്ടികളാണെന്ന് തോന്നുന്നു. ഞങ്ങളെ കണ്ടിട്ട് കൈവീശി കാണിക്കുന്നുണ്ട്. ഹൈദരാബാദിൻ്റെ പ്രത്യേകത ഇതാണ്. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ കൊട്ടാരത്തിന് മുന്നിലൂടെ ഞാൻ കുറച്ച് ദൂരം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കൊട്ടാരം, മനോഹരമായിട്ടുള്ള ഈ കൊട്ടാരം ഇവിടെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഇത് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അടുത്ത കൊട്ടാരം ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് കാണണ്ടേ. അന്നത്തെ രാജാക്കന്മാർ അവരുടെ സുഖ സൗകര്യത്തിനും ആഡംബര ജീവിതത്തിനും പണി കഴിപ്പിച്ചതാണെങ്കിലും ഇന്ന് സർക്കാർ ഇത് നല്ലൊരു വരുമാനമാണ്. അത്രയധികം ടൂറിസ്റ്റുകളാണ് ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് കയറിയപ്പോൾ ഇതുപോലുള്ള കുറേ കൊട്ടാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. മനോഹരമായിട്ടുള്ള മറ്റൊരു കൊട്ടാരം, അതിനപ്പുറത്ത് വേറൊരു കൊട്ടാരം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെ രാജാക്കന്മാർക്ക് ഇവിടെ കൊട്ടാരം ഉണ്ടാക്കി കളിക്കലായിരുന്നോ ജോലി എന്നുള്ളതാണ്. കാരണം അത്രയധികം ആഡംബരമായിട്ടുള്ള കൊട്ടാരങ്ങളാണ് ഈ 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണെന്ന് പറയും നമ്മൾ ആലോചിക്കണം. ഇത് എന്തായാലും നമുക്ക് ഇതെല്ലാം കണ്ട് നിർവൃതി അടയുന്നതാണ് ഇപ്പോൾ നല്ലത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തന്നെ തീരുമാനിച്ചു. നടന്ന് ഏതുവരെ എത്തും എന്നുള്ളത് നോക്കണമല്ലോ. നിങ്ങൾക്ക് ഈ ചൗമഹല്ല പാലസിൻ്റെ മുഴുവൻ ചരിത്രവും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പോസ്റ്റിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നോക്കി ഇതിൻ്റെ മുഴുവൻ ചരിത്രവും വായിച്ചെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു നീട്ടുന്നില്ല. എന്തായാലും നമുക്കിതെല്ലാം നടന്നു കാണാം.
ഇവിടെ മനോഹരമായി പണി തീർത്ത ഒരു സ്വിമ്മിംഗ് പൂൾ കാണാം. ഇതിനകത്ത് കടന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് കഴിയുന്നില്ല. കാരണം ഇവിടെ ചെറുതായിട്ടൊരു കമ്പിവേലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇത്തരത്തിലാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയും. ഞാൻ ഈ കൊട്ടാരത്തിന് മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ വ്യൂസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂൾ നല്ല രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ വീണ്ടും ഒരു കവാടം കാണുന്നുണ്ട്. ഇനി ഇതിനകത്ത് പ്രവേശിച്ചിട്ട് എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. 2 പോലീസുകാർ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. കുഴപ്പമില്ല, അവർ മുണ്ടാതെ പോയി. മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ദൂരം നടന്നു പോയിട്ട് എന്തെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് കൂടി നോക്കിയിട്ട് വരാം നമുക്ക്. വീണ്ടും ഇതാ ഒരു കവാടം കൂടി. എന്തായാലും മനോഹരമായിട്ടുള്ള കവാടമാണ്. അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ കാഴ്ചകൾ കൂടി എന്താണെന്ന് നോക്കാം. ഇവിടെയുള്ള ഈ മെയിൻ കൊട്ടാരത്തിൻ്റെ മുകളിലേക്കൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ യഥാർത്ഥ രാജാവിൻ്റെ കൊട്ടാരം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ നേരെ നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. എത്ര മനോഹരമായ കാഴ്ചകളല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ചൗമഹല്ല പാലസിൻ്റെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ പുറത്തു കടക്കുകയാണ്. നാളെ വീണ്ടും വരുന്നതാണ് മറ്റൊരു വിശേഷമായിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല.
ബായ്.